അല്ല പത്തലു, ഇത്രയും വലിയൊരു കല്ല് നമ്മുടെ വീടിന് മുമ്പിൽ ആരാ കൊണ്ടുവന്നിട്ടത്? മോട്ടു നിക്ക്. മോട്ടു നീ എന്തായി ചെയ്തത്? മോട്ടു 1 2 3 4 5 6 7 8 9 10. പിന്നെ ഓടിക്കോ. ഇന്ന് ഞാൻ നിങ്ങളെ രണ്ടിനെയും വെറുതെ വിടില്ല. വേഗം ഓട്. കണ്ടില്ലേ ഒരു അത്ഭുത വിളക്ക്? എനിക്ക് തോന്നുന്നത് അതൊരു ജിന്നുള്ള അത്ഭുത വിളക്കാണെന്നാ. എന്ത് ജിന്നിന്റെ ലാമ്പോ? എന്റെയാണ്. എനിക്കിതാ. ഇതെന്റെയാ. എന്റെയാ. ആജ്ഞാപിച്ചാലും പ്രഭു, ഞാനാണ് ജിൻ, ജീനി. ഇതാണ് ജിൻ, ഇതാണ് ജിൻ. പുറത്തൊന്ന് ചാടാൻ കാത്തിരുന്നു, ആരെങ്കിലും വരുമോ എന്ന് നോക്കിയിരുന്നു. എനിക്കിപ്പോ ഒരുപാട് സന്തോഷമായി. നിങ്ങളാണ് എന്നെ രക്ഷിച്ചത്. ഞാൻ ഡാൻസ് കളിക്കാൻ പോവാ, പാട്ട് പാടാൻ പോവാ, എന്റെ സന്തോഷം ഇപ്പോൾ ആഘോഷിക്കാൻ പോവാ. നോക്കൂ മോട്ടു, നീ എന്ത് ചോദിച്ചാലും ഞാൻ കൊണ്ടുവന്നു തരും. കാശ് മഴയായി പെയ്യിക്കാം ഞാൻ. എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ. സ്വർണം, രത്നം, വൈരം ആകാശത്തിന് തുരുതുരാ പെയ്യും. എന്താന്ന് വെച്ചാൽ ഞാൻ സ്വതന്ത്രനായി. ഇപ്പൊ ഞാൻ നിങ്ങളെ സഹായിക്കാൻ പോകുന്നു. കഴിക്കാനും കുടിക്കാനും ഒക്കെ ഞാൻ നിങ്ങൾക്ക് തന്നുകൊണ്ടേയിരിക്കും. ഇത് ഭൂതത്തിന്റെ മായാജാല വിദ്യകൾ. കാരണം എന്താന്ന് വെച്ചാൽ ഞാൻ സ്വതന്ത്രനായെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. 4000 വർഷങ്ങളായി ഞാനൊന്ന് പുറം ലോകം കണ്ടിട്ട്. വളരെ വളരെ നന്ദി എന്റെ ആലംബന. ഓ, 3 പേരുണ്ടോ? നിങ്ങൾ 3 പേരിൽ എന്റെ ആലംബന ആരാണ്? ഞാനാണ്. എന്റെ ജിന്നാണ്. എന്റെ ജിന്നാണ്. എന്റെ ജിൻ, എന്റെ ജിൻ, എന്റെ ജിൻ, എന്റെ ജിന്നാണ്. എന്റെ ജിൻ. എന്റെ ജിൻ, എന്റെ നോക്കൂ, നിങ്ങൾ രണ്ടുപേരും കൂടി ഒരു തീരുമാനത്തിലെത്തൂ. ആരാണോ നിന്നെ ആ ലാമ്പിൽ നിന്ന് പുറത്തെടുത്ത അയാളുടെ ജിൻ. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. എന്നെ ലാമ്പി നാരാണ് പുറത്തു കൊണ്ടുവന്നത്. ഞാൻ അദ്ദേഹത്തിനായിരിക്കും അടിമ. ഇത് പിടി, ഇത് പിടി. സമൂസേ, വാ മോനെ വാ. ബോക്സറേ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. എന്റെ പൊന്നു ജിന്ന് കൂട്ടുകാരെ, അവര് രണ്ടുപേരും ഒരുമിച്ചാ നിന്നെ പുറത്തേക്ക് എടുത്തത്. ഇനി നീ തീരുമാനിക്കേ നീ ആരുടെ ജിന്നാണെന്ന്. എന്നിട്ട് അവരെ രക്ഷിക്ക. മോട്ടു, ബോക്സറേട്ടാ, ഇത് നിങ്ങളുടെ രണ്ടുപേരുടെയും ജിന്ന. വരൂ യജമാനന്മാരെ, ഞാൻ നിങ്ങളുടെ രണ്ടുപേരുടെയും ജീനിയാണ്. നിങ്ങൾ പറയുന്നത് എന്തും ഈ ജീനി അനുസരിക്കും. ജിന്നെ ജിന്നെ, വേഗം സമൂസകൾ തരൂ. വേഗം വേഗം. അത്തള ഭിത്തള തവളാച്ചി, ഇവരെന്താണോ ചോദിച്ചത് അതെന്റെ കയ്യിൽ വരട്ടെ. സമോസയൊന്നും വേണ്ട, എനിക്ക് പഞ്ചിങ് ബാഗ് തരൂ. സമൂസേ, പഞ്ചിങ് ബാഗ്, സമൂസേ, പഞ്ചിങ് ബാഗ്, സമൂസേ, പഞ്ചിങ് ബാഗ്, സമൂസേ, പഞ്ചിങ് ബാഗ്. ശരി ശരി, എന്നെ എങ്ങനെ കുഴപ്പത്തിലാക്കല്ലേ. എന്നെ കുഴപ്പത്തിലാക്കരുത്. സമൂസേ, പഞ്ചിങ് ബാഗ്, 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 സമൂസേ. എനിക്ക് സമൂസ തരൂ. എനിക്ക് വേണ്ടത് പഞ്ചിങ് ബാഗ് ആണ്. ഓ, ക്ഷമിക്കണം, നിങ്ങൾ രണ്ടുപേരും ആകെ എന്നെ കുഴപ്പത്തിലാക്കുകയാണല്ലോ. വരൂ, എന്റെ കൂടെ വരൂ. അവന്റെ കൂടെയല്ല, എന്റെ കൂടെ വരൂ.
എന്റെ കൂടെ വരട്ടെ. എന്റെ കൂടെ വരൂ. എന്റെ കൂടെ വരട്ടെ. എന്റെ കൂടെ. എനിക്ക് ഒരാളുടെ വീട്ടിലെ വരാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾ തന്നെ തീരുമാനിക്കുക അതാരുടെ വീടാകണമെന്ന്. എന്നെ ഇങ്ങനെ കുഴപ്പത്തിലാക്കല്ലേ. നിങ്ങൾ രണ്ടുപേരും ടോസ് ഇട്. ആരാണോ ജയിക്കുന്നത് ജിൻ അവരുടെ കൂടെ വരും. Okay. ഏയ്, ഇല്ല, ഞാൻ ആരുടെ വീട്ടിലേക്കും വരുന്നില്ല. ഞാൻ ഇവിടെ തന്നെ ഇരുന്നോളാം. നിങ്ങൾക്ക് വേണ്ടുന്ന സാധനങ്ങളുടെ ലിസ്റ്റൊക്കെ നിങ്ങൾ എഴുതിക്കൊണ്ട് വരൂ. ചെല്ല്. സമൂസ പൊളിച്ചേ. ജിന്നു ചേട്ടാ, ഇന്ന് എന്റെ ലിസ്റ്റ് തയ്യാറായി. ഏയ്, എന്റെ ലിസ്റ്റും എപ്പോഴേ തയ്യാറായി കഴിഞ്ഞു. പിത്തള പിത്തള തവളാച്ചി, നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതൊക്കെ നിങ്ങൾക്ക് കിട്ടട്ടെ. ആ, 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 മതി മോട്ടു, നീ ആഗ്രഹിച്ചൊക്കെ നിനക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി ഈ ജിന്ന എന്റേതാണ്. അതെ, നിന്റെതെങ്ങനെയാവും? ആരുടെ കയ്യിലാണോ വടി അവരുടേതാകും എരുമ. അതിരിക്കട്ടെ, ഇവിടെ ശക്തനാരാ? എന്റെ ഓ എന്റെ എരുമേ, ഇതാ പിടിച്ചോളൂ ലാത്തി. എന്നിട്ട് മോത്തുവിനെ ഒന്ന് ശരിക്കടിക്കേ. വേണ്ട, തല്ലല്ലേ, പതുക്കെ രക്ഷിക്കണേ. വേണ്ട, വേണ്ട. നിങ്ങൾ തമ്മിലുള്ള അടിക്ക് എന്നെ എന്തിനാ ഇങ്ങനെ തല്ലുന്നേ? വേണ്ട. ജിന്നെ ഇപ്പൊ മോട്ടു ബിസിയാ. വന്നോ, എന്റെ കൂടെ വന്നോ ഇപ്പൊ തന്നെ. അവിടെ പോയി നമുക്ക് ബോക്സിംഗ് പ്രാക്ടീസ് ചെയ്യാം. ബോക്സിംഗ് കഴിയുന്നവരെ നിനക്ക് വേറെ ഒരു ജോലിയും ചെയ്യാൻ പറ്റില്ല. ഇത് ശരിയല്ല. ആ ജിന്നിന്റെ മുതലാളി ഞാനാണ്. മുതലാളിമാരോട് ഇതുപോലെ ബിഹേവ് ചെയ്യരുത്. ജിന്നെ, ഇതെന്റെ അവകാശമാണ്. ഈ പോത്തിന്റെ അടുത്ത് തന്നെ രക്ഷിക്കൂ. ഈ ബോക്സിംഗ് തീരുന്നത് വരെ ഞാൻ വേറെ ജോലി എടുക്കുന്ന പ്രസ്ഥാനമില്ല. ഇത് ബോക്സറിന്റെ തീരുമാനമാണ്. എന്റെ പത്തിലോ വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ? എന്തെങ്കിലും ആലോചിക്കൂ. എന്നിട്ട് ഈ പോത്തിന്റെ അടുത്ത് തന്നെ രക്ഷിക്കൂ. ഐഡിയ. റൗണ്ട് 1 ഓവർ. ബോക്സർ, നിങ്ങൾ നിങ്ങളുടെ കോർണറിലേക്ക് പോകൂ. മോട്ടു ബോക്സിംഗ് കഴിഞ്ഞിരിക്കുകയാണ്. വേഗം ജിന്നിന്റെ അടുത്ത് ഓർഡർ ചെയ്യേ. ജിൻ പെട്ടെന്നൊരു കാറായി മാറിയിട്ട് ഞങ്ങളെ ആകാശത്തോട്ടൊക്കെ ഒന്ന് കൊണ്ടുപോയിട്ട് വാ. അങ്ങനെ ആവട്ടെ ആലംബന. എന്ത് നല്ല കാറ്. ലെറ്റ്സ് ഗോ. ലോങ് ഡ്രൈവ്. ഏയ്, അവിടെ നിക്കവിടെ. എന്നെ വിട്ടിട്ട് എവിടെ പോവുക എല്ലാവരും കൂടെ? ഏയ് മോട്ടു, ഞാൻ വിടില്ല ഒന്നിനെ. എന്റെ അമ്മോ, എന്തവിടെ നടക്കുന്നത്? മോട്ടു പത്ലു, വണ്ടി നിർത്ത്. ബോക്സറേട്ടൻ പുറകെ കുടുങ്ങിയിരിക്കുകയാണ്. സ്റ്റോപ്പ് ഇൻ ദ നെയിം ഓഫ് ലോ. ഐ സെഡ് സ്റ്റോപ്പ്. ഭാരതമാതമാണ് സത്യം, ഇന്ത്യ നിയമമാണ് സത്യം. ഏയ്, എന്റെ അമ്മോ, ഹെൽപ്പ്, പോലീസ്, ജിന്നെ നീ കാറിന് പകരം ബൈക്കായി മാറ്. അതിൽ ഞാൻ മാത്രമേ പാടുള്ളൂ. ബാക്കിയെല്ലാം താഴെ ആവട്ടെ. എന്തവിടെ നടക്കുന്നത്? ഇത് വല്ല സ്വപ്നമാണോ അതോ മന്ത്രവാദമാണോ? ജിൻ, എന്റെ ജിന്നെ, നീ വലിയൊരു ഉരുളിയായി മാറ്. അതിൽ ഞാനും പത്തിലും മാത്രം ഇരുന്നോളാം. എന്റെ അമ്മോ, ആരെങ്കിലും പറഞ്ഞു തന്നെ ഇവിടെ എന്തായി സംഭവിക്കണത്? പ്ലീസ്, അറിയേണ്ടത് എന്റെ അവകാശം കൂടിയാണ്. ആരെങ്കിലും എനിക്കൊന്ന് പറഞ്ഞു തരണം, വേഗം. ജിന്നെ നീ എത്രയും പെട്ടെന്ന് ഒരു കഴുകനായി മാറ്. അതിൽ ഞാൻ മാത്രമേ ഇരിക്കാൻ പാടുകയുള്ളൂ. ബാക്കി എല്ലാവരും താഴെ ആവട്ടെ. No! Please, ആരെങ്കിലും ഒന്ന് പറഞ്ഞു തരൂ, എന്താ ഇവിടെ ഈ സംഭവിക്കുന്നത്? രക്ഷിക്കണേ. ഞാനാകെ കുഴപ്പത്തിലാകുന്നു. ആദ്യം കാറ്, പിന്നെ ബൈക്ക്, അതിനുശേഷം പക്ഷി. മതിയാക്ക്. ഞാൻ ആകെ പരിഭ്രാന്തനാകുന്നു.
രണ്ടുപേരും മാറ്റി മാറ്റിയാണ് പറയുന്നത്. എന്റെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ട്. നിങ്ങൾ രണ്ടുപേരും സന്തോഷിക്കാനുള്ള ഐഡിയ. വേഗം പറ, വേഗം പറ. ഞാൻ വിളക്കിലേക്ക് തിരിച്ചു പോയിക്കോട്ടെ. ഇതിനുള്ള ഏറ്റവും നല്ല പരിഹാരം അത് തന്നെയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വേഗം ചെല്ലൂ, വേഗം ചെല്ലൂ. ഏയ് എവിടെ പോവുക? നിക്കവിടെ, ഇതെന്റെ ആജ്ഞയാണ്. ഞാൻ ഈ ലാമ്പിൽ നിന്ന് പുറത്തിറങ്ങിയാലല്ലേ നിങ്ങൾ പറയുന്നതല്ലേ എനിക്ക് അനുസരിക്കാൻ കഴിയൂ. ബൈ ബൈ. ഇവരുടെ കൂടെ ഒക്കെ ജീവിക്കുന്നേക്കാൾ ഭേദം ഈ വിളക്കിനകത്ത് കിടക്കുന്നത് തന്നെ നല്ലത്. ബൈ ബൈ ബൈ. സ്റ്റോപ്പ്! ഇന്ത്യ നിയമമാണ് സത്യം. മര്യാദക്ക് നിൽക്കാൻ. ഓ, ഓയ് കസീട്ട, എന്റെ ചങ്കേ, നിനക്ക് ബുക്ക് വായിക്കണമെങ്കിൽ ഇതാ ഇവിടെ കിടന്നോണ്ട് വായിച്ചു. എനിക്ക് ആ കസേരയുടെ ആവശ്യമുണ്ട്. എന്നാ ചാര പിടിച്ചോളൂ, ഞാനിവിടെ സുഖമായിട്ട് കിടന്ന് വായിച്ചോളാം. പൊളിച്ചെടുത്തല്ലോ. ഡോക്ടർ എന്തായി കാണിച്ചത്? എന്നെ വെച്ചോണ്ട് നിങ്ങൾ എക്സ്പെരിമെന്റ് ഒന്നും ചെയ്യരുതട്ടോ. എന്നെ വേഗം വിട്ടേക്ക്. മമ്മി രക്ഷിക്കണേ പ്ലീസ്. ഓ, നീ ഒന്ന് അടങ്ങി കിടക്കന്റെ കസീട്ടെ. ഞാൻ നിനക്ക് പലതരത്തിലുള്ള ഇഞ്ചക്ഷൻ ചെയ്യാൻ പോവാ. ഇത് ചെയ്തതിന് ശേഷം നീ വലിയ ശക്തിമാനായി തീരും. ഈ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ശക്തിമാൻ ചങ്കേ. എനിക്ക് വേണ്ട. ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിശാലി എനിക്ക് മാറണമെന്നില്ല. എന്നൊന്ന് അഴിച്ചു വിട്. പൊളിച്ചെടുത്തല്ലോ. ഡോക്ടർ ചട്ക വേഗം ചെയ്യുന്നേ. എനിക്ക് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിശാലിയായി മാറണം. ആരെങ്കിലും ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് എനിക്ക് തന്നെ ഇഞ്ചക്ഷൻ കുത്തി തന്നോളൂ. വേഗം വേഗം കുത്തുന്നേ. കസീറ്ററാം, നീ എങ്ങനെയാ ലോകത്തിൽ ഏറ്റവും വലിയ ശക്തിമാനായി മാറുന്നത്? ഇത് എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? പൊളിച്ചെടുത്തല്ലോ. ഡോക്ടർ ചട്ക എനിക്ക് വേഗം ഇഞ്ചക്ഷൻ കുത്തി തരൂ. അല്ലെങ്കിൽ മോട്ടു എന്നെ ഈ ടേബിളിൽ നിന്ന് ഇറക്കി സ്വയം കേറി കിടക്കുന്നേ. വേഗം വേണം, ഇഞ്ചക്ഷൻ വേഗം കുത്തണം. അതേ വല്യേട്ടാ, നിക്കൂ. ആദ്യം പറയൂ, എന്താണ് ഉണ്ടായത്? ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഞാൻ ഇവിടുന്ന് ഇറങ്ങില്ല. എനിക്ക് വേഗം ഇഞ്ചക്ഷൻ കുത്തി തരൂന്നേ. ഓ മോട്ടു, എന്റെ ചങ്ക, എന്റെ ബ്രോ, നീ ഈ വ്യത്യസ്തമായ കളറിലുള്ള ഇഞ്ചക്ഷൻ കണ്ടില്ലേ? ഈ ഇഞ്ചക്ഷൻ ഞാൻ ആരിലാണോ ചെയ്യുന്നത് അവൻ ഈ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിമാനായി മാറും. എന്റെ വല്യേട്ടാ, എന്നെ ശക്തിമാനായ ഒരു മനുഷ്യനാക്കി മാറ്റൂ. ഇല്ല ഇല്ല, എനിക്ക് തന്നെ ആദ്യം ഇഞ്ചക്ഷൻ കുത്തണം. ഞാൻ ഈ ടേബിൾ വിട്ട് ഇറങ്ങില്ല. അതെങ്ങനെയാ നീ ഇറങ്ങാതിരിക്കുക? ഞാനിപ്പോ ടേബിളിൽ നിന്ന് നിന്നെ ഇറക്കി കാണിക്കട്ടെ. ഡോക്ടർ ചട്ക, മോട്ടൂന് ഇഞ്ചക്ഷൻ ഇടല്ലേ. ഞാൻ വേഗം തിരിച്ചു വരും. ഇട്ടോളൂ. മോട്ടു, നീ എപ്പോഴും ഇയാളുടെ തന്ത്രങ്ങളിൽ വീണ് പോവാണ്. ഇനിയും സമയമുണ്ട് നിന്റെ തീരുമാനം മാറ്റാൻ. പത്തലു, എനിക്ക് ശക്തിശാലിയായ ഒരു മനുഷ്യനായി മാറണം. വലിയേട്ടാ, ആ ഗസീട്ടാറാം വരുന്നതിന് മുൻപ് എനിക്ക് ഇഞ്ചക്ഷൻ ഇടൂ. വേഗത്തിലിട്ടോളൂ. ഡോക്ടർ ചട്ക, എന്താ നിങ്ങള് മോട്ടൂന്റെ മീതെ എല്ലാ ഇഞ്ചക്ഷനും കുത്തിയോ? എന്റെ പരീക്ഷണം വിജയം കണ്ടിരിക്കുന്നു. എന്തായാലും കലക്കി. കൺഗ്രാജുലേഷൻ ഡോക്ടർ ചട്ക, നിങ്ങളൊരു വലിയ സയന്റിസ്റ്റ് തന്നെയാ. മോട്ടു, നിനക്ക് എന്തായി പറ്റിയത്? നിനക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ? ഞാൻ ഓക്കെയാണ്. ഐ ആം ഫൈൻ. ഞാൻ പുറത്ത് കറങ്ങാൻ പോവുകയാണ്. ബൈ ബൈ. പൊളിച്ചെടുത്തല്ലോ. ഇയാൾ എങ്ങോട്ടായി പോണത്? ഡോക്ടർ ജഡ്ക, അവന്റെ പിന്നാലെ പോ വേഗം. മോട്ടു, അവിടെ നിക്ക്. വേഗം തിരിച്ചു വാ. നിന്നെ തിരിച്ച് പഴയതുപോലെ ആക്കാനുള്ളതാ.
പത്ലു നല്ല രസമുണ്ട്. എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ശക്തിയുടെ സമുദ്രം എന്റെ സിരകളിലാകമാനം ഓടിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. മോട്ടു, നീ ഞങ്ങളുടെ കൂടെ തിരിച്ചു വാ ലാബിലേക്ക് വേഗം. ഓയ് മോട്ടു, എന്റെ ചങ്ക, എന്റെ ബ്രോ, നീ കാറിൽ നിന്ന് ഇറങ്ങ പ്ലീസ്. സ്റ്റോപ്പ് ഇൻ ദ നെയിം ഓഫ് ലോ. ഇന്ത്യ നിയമമാണ് സത്യം. മോട്ടു പത്ലു എവിടെ പോയി? ജോണിനെ വന്ന് പിടിക്കാൻ നോക്ക്. ജോൺ, വണ്ടി നിർത്ത്. എന്റെ തൊപ്പി തന്നെ തെറിക്കുന്ന അവസ്ഥയിലാണ്. ഏതാണ് ഈ മാരണം? ഈ സാധനത്തിന്റെ പേരാണ് മോട്ടു. എന്നെ എന്തിനാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്? ഞങ്ങളെ വിടൂ മോട്ടു. ഞാനൊരു കൊള്ളക്കാരന്റെ അടുത്തുള്ള വിവരം നിനക്കറിയില്ലേ മോട്ടു? എനിക്ക് ജയിലിൽ പോണം. മര്യാദക്ക് എന്നെ ജയിലിൽ കൊണ്ടുവിട്. വേഗം ആവട്ടെ. പോലീസ്, പോലീസ്, നീ പോലീസ്. ഇവിടെ നിൽക്കേണ്ടവനാണ് കേട്ടോ. ഇവിടെ നിന്നാ മതി. The name is ചിങ്കം. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് impossible. അറിയാമല്ലോ, impossible. ഡയലോഗ് ഒക്കെ പിന്നെ അടിക്കാൻ ചിങ്കം സാറ്. എത്രയും പെട്ടെന്ന് തന്നെ ജയിലിലേക്ക് ആ മോട്ട് വരുന്നതിന് മുമ്പ് എനിക്ക് ജയിലിൽ കയറണം. മോട്ടു എങ്ങനെയാണ് ഇത്രയും ശക്തനായത്? എനിക്ക് എങ്ങനെയാണ് അങ്ങനെ ആകാൻ പറ്റുക? ആരെങ്കിലും ഒന്ന് പറഞ്ഞു തരൂ. എന്തായിരിക്കും അതിന്റെ കാരണം? കൊള്ളാം ബോസ്, കൊള്ളാം. എന്ത് നല്ല കവിതയാ പറഞ്ഞേ. കവിതയുടെ കാര്യമൊക്കെ വിട്ട് ഇതിനെ കുറിച്ച് ആലോചിക്കണേ. ഇത് ഡോക്ടർ ജഡ്കരി ഏതോ മരുന്നിന്റെ ബലമാണെന്നാ തോന്നുന്നത്. ഇവൻ എന്തോന്നാ ഈ പറയുന്നേ? എന്തോ നട വിളിച്ചു പോകുന്നേ? ഒന്ന് മിണ്ടാണ്ടിരിക്കേ. ബോസ് ബോസ്, അവൻ പറയാണ് ഇത് ഡോക്ടർ ജഡ്കയുടെ ഏതോ മരുന്നിന്റെ ഫലമാണെന്നാണ്. എന്നാ പോവാം. ഇനി ഒട്ടും സമയം കളയാനില്ല. എത്രയും പെട്ടെന്ന് ഡോക്ടർ ജഡ്കയുടെ ലാബിൽ ചെന്ന് നമുക്ക് മരുന്ന് ഇഞ്ചക്ട് ചെയ്ത് എനിക്ക് കൂടുതൽ ശക്തനായി മാറണം. വരൂ. യെസ് ബോസ്, യെസ് ബോസ്. ആ, ഞങ്ങൾക്ക് വേണ്ടി ആഹാരം കൊണ്ടുവരൂ. ആ ബോസ്, കൂടെ എന്തെങ്കിലും മധുരവും കൊടുത്തു വിടണേ. ആ, ഞങ്ങൾക്കിവിടെ സുഖമാണ് ബോസ്. ഒരു പ്രശ്നവുമില്ല. എങ്കിൽ ശരി, ഓക്കെ. ജോൺ എവിടെ പോയി? ബോസ് എപ്പോഴേ മുങ്ങിക്കളഞ്ഞല്ലോ. അതെങ്ങനെ സംഭവിച്ചു? ഈ ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് impossible. Impossible. ഈ ഇമ്പോസിബിളിനെ പോസിബിളിനാക്കി മാറ്റുന്നതിനെയാണ് ജോൺ ദ ഡോൺ എന്ന് പറയുന്നത്. മനസ്സിലാകുന്നുണ്ടോ സിംഗർ സാറേ? എവിടെ എവിടെ അവൻ എവിടെ പോയി? ഓ ചിങ്കം സാറ്, ഇനി ഒരിക്കലും നിങ്ങൾക്ക് ഞങ്ങളെ കിട്ടില്ല. ഞാന് ജോൺ ദ ഡോൺ ആണ്, അല്ലാതെ ഇൻസ്പെക്ടർ ചിങ്കമല്ല. മനസ്സിലായോ? കൊള്ളാം ബോസ്, കൊള്ളാം. എന്ത് നല്ല കവിതയാ പറഞ്ഞേ. തുറക്ക് തുറക്ക് കോൺസ്റ്റബിൾ, ഇതൊന്ന് തുറക്ക്. ഈ ഇഞ്ചക്ഷൻ ചെയ്തത് കൊണ്ടാണ് ബോട്ട് അത്രയ്ക്ക് ശക്തനായി മാറിയത്. എനിക്ക് ചെയ്യ, എന്നെയും ചെയ്യ. ബോസ് ബോസ്, വേഗം പോകാം. ആ മോട്ടുവിനെ ശരിയാക്കി കൊടുക്കാം. ആദ്യം ഞാൻ നിങ്ങൾക്കിട്ടാണ് രണ്ടെണ്ണം തരാൻ പോകുന്നത്. ഞാൻ ചെറുതാണെന്ന് പറഞ്ഞ് നിങ്ങളൊക്കെ എന്നെ കളിയാക്കിയില്ലേ? ഇതെന്റെ അവസരമാണ്. ഇനിയും എത്ര തിന്നു എന്റെ മോട്ടു? ഒന്നും മതിയാക്കടാ, എനിക്ക് വയ്യാതായി. വിശക്കുന്നു, മനുഷ്യനെ പോലെ വിശക്കുന്നു. നിനക്ക് എപ്പോഴാ വിശക്കാതിരുന്നിട്ടുള്ളത് മോട്ടു? ഓന്നോ, ഇത് ജോൺ ആണ്. എനിക്ക് തോന്നുന്നു ഡോക്ടർ ജഡ്കയുടെ ഇഞ്ചക്ഷൻ അവനും കുത്തിവെച്ചെന്ന്. ഇന്നും കൂടിയ ഈ ബോട്ട് ഒരു സമൂസത്തിന് യോഗമുണ്ടാവുകയുള്ളൂ. ഇന്നിവന്റെ അവസാനത്തെ ദിവസമാണ്. അതും നമുക്ക് നോക്കാം. വിശപ്പിന്റെ അവസാനത്തെ ദിവസം ആരുടെയാണെന്ന്.
മോട്ടു ഇപ്പൊ നോർമലായി. ഇപ്പൊ എന്താ ചെയ്യാ? മോട്ടു, ഇനിയല്ലേ കളി. ഇന്ന് ഞാൻ നിന്നെ എല്ലാത്തിനും മറുപടി പറയിപ്പിക്കും. എന്റെ പത്തിലും എന്തെങ്കിലും ഒന്ന് ആലോചിക്കൂ. വെറുമായിട്ട് എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ? ഐഡിയ ഇതാ പിടിച്ച മോട്ടു. സമൂസ കഴിച്ചിട്ട് പണി തുടങ്ങിക്കോ. നിന്റെ സമൂസയുടെ ശക്തിയുടെ മുന്നിൽ ഡോക്ടർ ജഡ്കയുടെ മരുന്നൊന്നും ഒരിക്കലും പിടിച്ചു നിൽക്കില്ല. വേഗം കഴിച്ചോ. പൊളിച്ചേ. ഓ, നോക്ക്, നമ്മുടെ ജോണും പഴയ രൂപത്തിൽ തന്നെയായി. ചിങ്കം സാറേ, എന്നെ ജയിലിലടക്ക്, എന്നെ ജയിലിലേക്ക് കൊണ്ടുപോ. നിനക്ക് ശിക്ഷ ലഭിക്കും. എന്ത് വന്നാലും ലഭിക്കും. ഇനി ഒരിക്കലും നിനക്ക് ജയിലിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. നിങ്ങളുടെ ജോലി പിന്നെ ചെയ്തോളൂ. അതിനു മുമ്പ് ഞങ്ങൾക്ക് കുറച്ച് കണക്ക് തീർക്കാനുണ്ട്. ചിങ്കം സാറേ, എന്നെ സഹായിക്കുക. തെറ്റ് ചെയ്തവരെ പിടിക്കേണ്ടത് സാറിന്റെ കടമയല്ലേ. ചിങ്കം സാറേ, രക്ഷിക്കുക.